ഹേ ഓൾ, ഈ വീഡിയോയിൽ കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് എങ്ങനെ ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത്. അതിനായി ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നെയിം സ്ലിപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ കുറേ നെയിം സ്ലിപ്പിൻ്റെ ഡിസൈൻസ് വന്നിട്ടുണ്ടാവും. അതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നെയിം സ്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ എലമെൻറ്റ്സ് ചെറുതാക്കിയിട്ടും അതേപോലെ ചേഞ്ച് ചെയ്തിട്ടും അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് താഴെ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള എലമെൻറ്റ്സ് സെലക്ട് ചെയ്തിട്ട് അതിൽ ഫ്രെയിംസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ കുറേ ഫ്രെയിംസ് വന്നിട്ടുണ്ടാവും. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിംസ് സെലക്ട് ചെയ്ത് ഫ്രെയിം ടാപ്പ് ചെയ്ത് കസ്റ്റമർ തന്നിട്ടുള്ള ഫോട്ടോ വെച്ച് കൊടുക്കുക. ഈ വീഡിയോയിൽ ഞാൻ 3 രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഫോട്ടോ കോപ്പി പേസ്റ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മേലെ കൊടുത്തിട്ടുള്ള സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ടാപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യുക. അടുത്തൊരു സിമ്പിൾ മെത്തേഡാണ്. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നെയിം സ്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് അതിൽ ഫോട്ടോ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. തേർഡ് മെത്തേഡിനായി പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് ഡൗൺലോഡ് ചെയ്യുക. ഇതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് ക്യൂട്ട് ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് സെർച്ച് ചെയ്യുക. തിരിച്ച് ക്യാൻവ എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു നെയിം സ്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ എല്ലാ എലമെൻറ്റ്സും റിമൂവ് ചെയ്യുക. സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ഒന്നെങ്കിൽ സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് റീപ്ലേസ് എന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്തിട്ട് ഫോട്ടോ കൊണ്ടുവരിക, അല്ലെങ്കിൽ താഴെയുള്ള ഫോർത്ത് ഓപ്ഷൻ ആയിട്ടുള്ള ക്യാമറ റോള് ടാപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് സെലക്ട് ചെയ്ത് അതിനുശേഷം എലമെൻറ്റ്സ് പോയിട്ട് പിന്നെയും ഫ്രെയിം സെലക്ട് ചെയ്യുക. തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് നല്ല ഫോണ്ടും അതുപോലെ ഇഷ്ടപ്പെട്ട കളറും സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്ക്രീനിൽ ടൈപ്പ് ചെയ്യുക നെയിം, ക്ലാസ്, ഡിവിഷൻ, സബ്ജക്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ഒന്നും കൂടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രെയിമിൽ ടാപ്പ് ചെയ്ത് റീപ്ലേസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഫോട്ടോ പ്ലേസ് ചെയ്യുക. എന്നിട്ട് എലമെൻറ്റ്സിൽ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ടൈപ്പ് ചെയ്തിട്ട് ക്യൂട്ടായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ ഇനി എങ്ങനത്തെ വീഡിയോ വേണമെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് സജസ്റ്റ് ചെയ്യുക. ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ടാപ്പ് ചെയ്ത് സേവ് ചെയ്യുക. Thank you for watching my video. Please do subscribe my channel. We'll be back with another video.